ഹായ് ഓൾ. ഡാറ്റ എൻട്രി ഓപ്പറേഷൻസിൽ ഇന്ന് നമ്മൾ ഫിഫ്ത്ത് മൊഡ്യൂളാണ് നോക്കാൻ പോകുന്നത്. ഫിഫ്ത്ത് മൊഡ്യൂള് മെയിൽ മെർജ്. അതിലെ കണ്ടൻസ് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ഡോക്യുമെൻറ്റ് ഇൻ മെയിൽ മെർജ്, ക്രിയേറ്റിംഗ് ഡാറ്റ സോഴ്സസ്, ക്രിയേറ്റിംഗ് മെയിലിംഗ് ലേബൽസ്, മെർജിംഗ് ഡാറ്റ ഇൻ ടു മെയിൻ ഡോക്യുമെൻറ്റ്. നമ്മുടെ ഇന്നത്തെ ഒബ്ജക്റ്റീവ്സ്: ക്രിയേറ്റ് ഫ്രം ലെറ്റേഴ്സ്, മെയിലിംഗ് ലേബൽസ്, envelopes, organize the address data and merging it into a generic document and printing the resulting personalized documents. Then customize a mail merge. First of all, നമുക്ക് മെയിൽ മെർജ് എന്താണെന്ന് നോക്കാം. The automatic addition of names and address from a database to letters and envelopes in order to facilitate sending mail, especially advertising to many addresses. നമ്മൾ മെയിൽ ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ പഠിച്ചു അല്ലേ? കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മെയിൽ ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ വേർഡ് 2007 യൂസ് ചെയ്തിട്ട് നമ്മൾ മെയിൽ മെർജ് ചെയ്യാണ്. എങ്ങനെയാണ് മെയിൽ മെർജ് ചെയ്യുന്നതെന്നാണ് ഈ മൊഡ്യൂളിൽ പഠിക്കാൻ പോകുന്നത്. മെയിൽ മെർജ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മെയിൽ എന്ത് ചെയ്യാം, ഒരു പെർട്ടിക്കുലർ കണ്ടൻറ്റ് തന്നെ നമുക്ക് മൾട്ടിപ്പിൾ പേഴ്സൺസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു അഡ്രസ്സ് മെർജ് ചെയ്തിട്ട് നമുക്ക് മൾട്ടിപ്പിൾ പേഴ്സൺസിന് സെൻഡ് ചെയ്യാൻ പറ്റും അറ്റ് എ ടൈമിൽ. ഓക്കെ, സെയിം കണ്ടൻറ്റ് നമുക്ക് പല അഡ്രസ്സുകളിലേക്ക് അറ്റ് എ ടൈമിൽ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ കാണുന്നത്. ഓക്കെ, മെയിൽ മെർജ് ചെയ്യുന്നതുകൊണ്ടുള്ള നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണ്? യു ക്യാൻ മെർജ് എ ലിസ്റ്റ് ഓഫ് നെയിംസ് ആൻഡ് അഡ്രസ് ടു എ സിംഗിൾ ലെറ്റർ ദാറ്റ് ക്യാൻ ബി സെൻഡ് ടു ഡിഫറെൻറ്റ് പീപ്പിൾ ഇൻ ദെയർ നെയിംസ് ആൻഡ് അഡ്രസ്സസ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ്, അവരുടെ നെയിമും അഡ്രസ്സും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെയിം മെയിൽ ഡിഫറെൻറ്റ് പീപ്പിൾസിന് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. You can categorize a single letter with variable information field into or labels. Okay. വേരിയബിൾ ഇൻഫോർമേഷൻ ഫീൽഡ് വെച്ചോ അല്ലെങ്കിൽ ലേബിൾസ് വെച്ചോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സിംഗിൾ ലെറ്റർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. You can also produce merged documents such as directory list, invoice, print address list or print address on envelopes and mailing labels. അപ്പോൾ എന്താണ് മെയിൽ മെർജ് എന്ന് പറഞ്ഞാൽ, ഡാറ്റാബേസിൽ ഡാറ്റാബേസിൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്ന നെയിംസോ അല്ലെങ്കിൽ അഡ്രസ്സോ നമ്മുടെ ലെറ്റേഴ്സുമായിട്ട് അറ്റാച്ച് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ മെർജ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, പെർട്ടിക്കുലർ അഡ്രസ്സിലേക്ക് അല്ലെങ്കിൽ ഡിഫറെൻ്റ് അഡ്രസ്സിലേക്ക് ഒരു കണ്ടൻറ്റ്, സെയിം കണ്ടൻറ്റ് തന്നെ സെൻഡ് ചെയ്യുക. ഓക്കെ, അതാണ് മെയിൽ മെർജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടൈപ്സ് ഓഫ് ഡോക്യുമെൻറ്റ് ഇൻ മെയിൽ മെർജ്. മെയിൽ മെർജുള്ള ടൈപ്സ് ഓഫ് ഡോക്യുമെൻ്റ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ്, മെയിൻ ഡോക്യുമെൻറ്റ്. ഇൻ എ മെയിൽ മെർജ് ഓപ്പറേഷൻ ദ പേഴ്സണലൈസ്ഡ് ഡോക്യുമെൻറ്റ് ഈസ് നോൺ ആസ് ദ മെയിൻ ഡോക്യുമെൻറ്റ്. പേഴ്സണലൈസ്ഡ് ഡോക്യുമെൻറ്റ് എന്തൊക്കെയാണ്? ലെറ്റർ, എൻവലപ്പ്, മെയിലിംഗ് ലേബൽസ്, ഇതിനെയൊക്കെയാണ് നമ്മൾ മെയിൻ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് എന്താണ്? പേഴ്സണലൈസ്ഡ് ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ മെയിൻ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഡോക്യുമെൻറ്റ് കണ്ടെയ്നിങ് ദ ടെക്സ്റ്റ് ആൻഡ് ഗ്രാഫിക്സ് ദാറ്റ് സ്റ്റേ ദ സെയിം ഫോർ ഈച്ച് വേർഷൻസ് ഓഫ് ദ മെർജ്ഡ് ഡോക്യുമെൻറ്റ്. ഫോർ എക്സാമ്പിൾ, ദ റിട്ടേൺ അഡ്രസ് ആൻഡ് ബോഡി ഓഫ് എ ഫോം ലെറ്റർ. നമ്മുടെ ലെറ്റർ അയക്കുമ്പോൾ എല്ലാവർക്കും കിട്ടുന്ന ആ ഒരു സെയിം കണ്ടൻറ്റ് ഉണ്ടല്ലോ, അതായത് നമ്മൾ പല പെർട്ടിക്കുലർ പീപ്പിൾസിനാണ് അല്ലെങ്കിൽ അഡ്രസ്സിലോട്ടാണ് നമ്മൾ മെയിൽ സെൻഡ് ചെയ്യുന്നത്. അത് സെൻഡിങ് അഡ്രസ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. അതൊക്കെ അതായത് മെയിൽ റിസീവ് ചെയ്യുന്ന ആ ആളുടെ അഡ്രസ്സ് ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷേ ഈ മെയിലിലെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഓക്കെ, ആ ഒരു സെയിം ആയിട്ടുള്ള ആ കണ്ടൻറ്റിനെയാണ് നമ്മൾ മെയിൻ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. എ സ്റ്റാൻഡേർഡ് ലെറ്റർ ഓർ എൻവലപ്പ് ഓർ മെയിലിംഗ് ലേബൽ. ഓക്കെ, അതിനെയാണ് നമ്മൾ മെയിൻ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. Next, data source. Data source is a file that contains the names and address or any other information that vary with each versions of a mail merge document. നമ്മൾ പറഞ്ഞു നേരത്തെ, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള എല്ലാവർക്കും സെയിം ആയിട്ട് കിട്ടുന്ന കണ്ടൻറ്റിനെയാണ് നമ്മൾ മെയിൻ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഡാറ്റ സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ അയക്കുന്ന പേഴ്സൺസിൻ്റെ അഡ്രസ്സസ്. ഓക്കെ, അത് ഓരോ ആൾക്കും ഓരോ അഡ്രസ്സസ് ആയിരിക്കും, അത് വേരി ചെയ്യും. അതിനെയാണ് നമ്മൾ ഡാറ്റ സോഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എ ലിസ്റ്റ് ഓഫ് നെയിംസ് ആൻഡ് അഡ്രസ് ഫോർ എ ഫോം ലെറ്റർ യു വാണ്ട് ടു സെൻഡ് ടു എ ലിസ്റ്റ് ഓഫ് ക്ലയൻറ്റ്സ് ഓർ അതർ പീപ്പിൾ. തേർഡ് വൺ ആണ് മെർജ് ഡോക്യുമെൻറ്റ്. വെൻ യു മെർജ് ദ മെയിൻ ഡോക്യുമെൻറ്റ് വിത്ത് ഡാറ്റ സോഴ്സ്, എ തേർഡ് ഡോക്യുമെൻറ്റ് കോൾഡ് മെർജ് ഡോക്യുമെൻറ്റ് വിൽ ബി പ്രൊഡ്യൂസ്ഡ്. എന്താണ്? നമ്മുടെ മെയിൻ ഡോക്യുമെൻറ്റ്, ആ ഒരു കണ്ടൻറ്റും നമ്മുടെ ഡാറ്റ സോഴ്സും, ഇത് രണ്ടും തമ്മിൽ നമ്മൾ മെർജ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ മെർജ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. ദ മെർജ് ഡോക്യുമെൻറ്റ് ക്യാൻ ബി മെർജ്ഡ് ടു ദ സ്ക്രീൻ ടു വ്യൂ ലെറ്റേഴ്സ് അലോങ് വിത്ത് അഡ്രസ് ഓർ ഡയറക്റ്റ് ടു ദ പ്രിൻറ്റർ ടു പ്രിൻറ്റ് ദ ലെറ്റേഴ്സ് അലോങ് വിത്ത് അഡ്രസ് ആൻഡ് പ്രിൻറ്റ് അഡ്രസ് ഓൺ envelopes or labels or save as some other file that can be used to later for printing. The merged document can be merged to the screen
ടു വ്യൂ ലെറ്റേഴ്സ് അലോങ് വിത്ത് അഡ്രസ്സസ്. നമുക്ക് സ്ക്രീനിൽ എന്ത് മെർജ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലെറ്റേഴ്സിൻ്റെ ഒപ്പം ആ ഒരു അഡ്രസ്സ് വ്യൂ ചെയ്യാൻ പറ്റും. അല്ലെങ്കിലോ ഡയറക്റ്റ് ടു ദ പ്രിൻറ്റർ ടു പ്രിൻറ്റ് ദ ലെറ്റർ അലോങ് വിത്ത് അഡ്രസ് ആൻഡ് പ്രിൻറ്റ് അഡ്രസ് ഓൺ എൻവലപ്സ് ഓർ ലേബിൾസ്. നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം. ദെൻ ഓർ സേവ് as some other file that can be used as later for printing. Okay. Inserting the data or information from the data source in the main document create the merge document. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, ഇൻസേർട്ട് ഇൻ ദ മെർജ് ഫയൽ സിറ്റി ഇൻ എ ലെറ്റർ ഡോക്യുമെൻറ്റ് ടു ഹാവ് വേർഡ് ഇൻസേർട്ട് എ സിറ്റി നെയിം സജസ്റ്റ് ന്യൂ ഡൽഹി ദാറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദ സിറ്റി ഡാറ്റ ഫീൽഡ്. സിറ്റി എന്ന് പറയുന്ന ഡാറ്റ ഫീൽഡിലുള്ള ഒരു സിറ്റിയാണ് എന്ത്, ന്യൂഡൽഹി. ആ ന്യൂഡൽഹിനെ നമുക്ക് എന്ത് ചെയ്യുക, നമ്മുടെ ഒരു ലെറ്ററിലോട്ട് നമ്മൾ ആഡ് ചെയ്യുക. അതിനെയാണ് നമ്മൾ ആ ഒരു മെർജിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സിറ്റി എന്ന് പറയുന്ന ഒരു ഡാറ്റ ഫീൽഡിലുള്ള ഒരു ഡാറ്റയാണ് എന്ത്, ന്യൂഡൽഹി. അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡാറ്റ സോഴ്സാണ് ന്യൂഡൽഹി. അതിനെ നമ്മൾ നമ്മുടെ കണ്ടൻറ്റുള്ള ആ ഒരു മെയിലിലോട്ട് നമ്മൾ മെർജ് ചെയ്യുക, അല്ലെ ആ ഒരു മെയിൻ ഡോക്യുമെൻറ്റിലോട്ട് നമ്മൾ ആഡ് ചെയ്യുക. അതിനെയാണ് നമ്മൾ മെർജ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മെയിൽ മെർജ് ഓർ മെയിലിംഗ് ഫീച്ചേഴ്സ് ഇൻ വേർഡ് 2007 ഈസ് അവൈലബിൾ ഇൻ മെയിൻ ടാബ് ബാർ. അല്ല, നമ്മൾ എങ്ങനെയാണ് മെയിലിങ്സ് നമ്മൾ ഓപ്പൺ ചെയ്യുക, എങ്ങനെയാണ് മെയിൽ മെർജ് എങ്ങനെയാണ് ചെയ്യുക? ക്ലിക്ക് ഓൺ ദ മെയിലിങ്സ് ടാബ് ഓൺ ദ മെയിൻ ടാബ് ബാർ ടു ആക്ടിവേറ്റ് ദ മെയിലിംഗ് ഫീച്ചേഴ്സ് ആൻഡ് ടൂൾസ്. ഓക്കെ, മെയിലിംഗ് എന്ന് പറയുന്ന നമ്മൾ വേർഡ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ മെയിലിംഗ് ഓപ്ഷൻ കാണിക്കും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. വിച്ച് കംപ്രസസ് സബ് ടാസ്ക് സച്ചസ് ക്രിയേറ്റ്, സ്റ്റാർട്ട് മെയിൽ മെർജ്, റൈറ്റ് ആൻഡ് ഇൻസേർട്ട് ഫീൽഡ്, പ്രിവ്യൂ റിസൾട്ട് ആൻഡ് ഫിനിഷ് ആൻഡ് മെർജ്. അപ്പോൾ ആ ഒരു ടാസ്ക് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ, ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സബ് ടാസ്ക് വിസിബിൾ ആകുന്ന എന്തൊക്കെയാണ്? ക്രിയേറ്റ് ഉണ്ട്, സ്റ്റാർട്ട് മെയിൽ മെർജ് ഉണ്ട്, റൈറ്റ് ആൻഡ് ഇൻസേർട്ട് ഫീൽഡ് ഉണ്ട്, പ്രിവ്യൂ റിസൾട്ട്സ് ഉണ്ട്, ആൻഡ് ഫിനിഷ് ആൻഡ് മെർജ്. ഇത്രയും സബ് ടാസ്കുകൾ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ക്രിയേറ്റ് ഓപ്ഷൻ എടുക്കാം, അല്ലെങ്കിൽ ഒരു മെയിൽ മെർജ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ സ്റ്റാർട്ട് മെയിൽ മെർജ് എടുക്കാം. ഓക്കെ, നമ്മുടെ നീഡ്സിനനുസരിച്ച് ആ സബ് ടാസ്ക് നമുക്ക് ചൂസ് ചെയ്യാം. നെക്സ്റ്റ്, മെയിൽ മെർജ് വിസാർഡ്. മെയിൽ മെർജ് വിസാർഡിൽ നമ്മളെങ്ങനെ ആ ഒരു മെയിൽ മെർജ് വിസാർഡ് നമുക്ക് ഓപ്പൺ ആയി വരുന്നത്? സെലക്ട് മെയിലിങ്സ്, സ്റ്റാർട്ട് മെയിലിംഗ് മെർജ് സബ് ടാസ്ക് ഫ്രം ദ മെയിൻ ടാബ് ബാർ. ഓക്കെ, മെയിലിങ്സിൽ സ്റ്റാർട്ട് മെയിൽ മെർജ് എന്ന് പറയുന്ന ആ ഒരു സബ് ടാസ്ക് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെയിൽ വിസാർഡ്സ് ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, ദെൻ സെലക്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെയിൽ മെർജ് വിസാർഡ് ഓപ്ഷൻസ് ഓൺ ദ സബ് ടാസ്ക് ബാർ. ദ വിസാർഡ് ഹാസ് 6 steps ടു ക്രിയേറ്റ് എ മെയിൽ മെർജ് ഡോക്യുമെൻറ്റ്. 6 സ്റ്റെപ്പാണ് നമുക്ക് ഈ ഒരു വിസാർഡ് നമ്മൾ ഓപ്പൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ, നമ്മൾ മെയിലിങ്സിൽ സ്റ്റാർട്ട് മെയിൽ മെർജ് എന്ന് പറയുന്ന സബ് ടാസ്ക് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മെയിൽ മെർജ് വിസാർഡ് ഓപ്പൺ ആയി വരും. ഓക്കെ, 6 സ്റ്റെപ്പാണ് നമുക്ക് ഒരു മെയിൽ മെർജ് ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, സെലക്ട് ഡോക്യുമെൻറ്റ് ടൈപ്പ്. ഓക്കെ, സെലക്ട് ഡോക്യുമെൻറ്റ് ടൈപ്പ്. In this section, you will learn how to select main document using mail merge wizard. നമ്മൾ മെയിൻ ഡോക്യുമെൻ്റ് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് ഈ ഒരു വിസാർഡിൽ നിന്ന് നമ്മൾ മെയിൽ മെർജ് ഡോക്യുമെൻറ്റ് എങ്ങനെയാണ് നമ്മൾ മെയിൻ ഡോക്യുമെൻറ്റ് വെച്ചിട്ട് മെയിൽ മെർജ് ചെയ്യുക. ഓക്കെ, അങ്ങനെ അതാണ് നമ്മൾ നോക്കുന്നത്. സെലക്ടിങ് എ ഡോക്യുമെൻറ്റ് ടൈപ്പ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവാർഡ്സ് ക്രിയേറ്റിംഗ് എ മെയിൽ മെർജ് ഡോക്യുമെൻറ്റ്. Using this option, you can choose the type of main document such as ലെറ്റേഴ്സ് ആണോ, അല്ലെങ്കിൽ ഇമെയിൽ മെസ്സേജ് ആണോ, എൻവലപ്പ് ആണോ, ലേബൽസ് ആണോ, ഡയറക്ടറി ആണോ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ മെയിൻ ഡോക്യുമെൻറ്റ് ഏതാണ് എന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഏതാണ് നമ്മുടെ മെയിൻ ഡോക്യുമെൻറ്റ്? ലെറ്റർ ആണോ നമ്മുടെ കണ്ടൻറ്റ്, അല്ലെങ്കിൽ ഒരു ഇമെയിൽ മെസ്സേജ് ആണോ നമ്മുടെ കണ്ടൻറ്റ്, അല്ലെങ്കിൽ എൻവലപ്സ് ആണോ? എന്താണ് എൻവലപ്സ് എന്ന് പറയുന്നത്? നമ്മുടെ ആ ഒരു ലെറ്ററിൻ്റെ ആ ഒരു കവറിങ്, അല്ലെ ആ ഒരു ഓപ്പണിംഗ് ഒക്കെയുള്ള ആ ഒരു കവറിങ് എൻവലപ്സ് ആണോ? ലേബിൾസ് ആണോ? ലേബിൾസ് എന്താ, നമ്മുടെ ആ ഒരു ഫ്രം അല്ലെങ്കിൽ ടു വരുന്ന ആ ഒരു അഡ്രസ്സിൻ്റെ ആ ഒരു പാർട്ട്, ഓക്കെ, അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ ഒരു പാർട്ടാണ് ലേബിൾസ് പറയുന്നത്. ദെൻ ഡയറക്ടറി ആണോ? മോസ്റ്റ് ഓഫൻ ദ സ്റ്റാൻഡേർഡ് ഡോക്യുമെൻറ്റ് ടൈപ്പ് യൂസ്ഡ് ഈസ് ലെറ്റർ. ഓക്കെ, നമ്മൾ മെയിൻലി ഏതാണ്? ലെറ്റർ എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഡോക്യുമെൻറ്റ് ടൈപ്പാണ് നമ്മൾ മോസ്റ്റ്ലി ചൂസ് ചെയ്യുന്നത്. ഹൗവർ ഇറ്റ് ക്യാൻ ഓൾസോ ബി മെയിലിംഗ് ലേബൽ ആൻഡ് എൻവലപ്പ് എക്സെട്രാസ്. അതിനെന്തുണ്ടാവും? മെയിലിംഗ് ലേബൽ ഉണ്ടാവും, എൻവലപ്പ് ഉണ്ടാവും, ഓക്കെ, എല്ലാം ഉണ്ടാവും ലെറ്ററിന്. ടു ക്രിയേറ്റ് എ സിമ്പിൾ ലെറ്റർ വിത്ത് വേരിയബിൾ ഡേറ്റ് ഫോളോ ദ സ്റ്റെപ്സ്. നമ്മൾ ഒരു ലെറ്റർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, നമ്മളിവിടെ ലെറ്ററാണ് നമ്മൾ മെയിൻ ഡോക്യുമെൻ്റ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് വെച്ച് നമ്മൾ എങ്ങനെയാണ് മെയിൽ മെർജ് ക്രിയേറ്റ് ചെയ്യുക എന്നാണ് നമ്മൾ നോക്കുന്നത്. When you select letters type, you can use this letter to send it to a group of people with a personalized letter that is received by different people in that group with different addresses. നമുക്കിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ലെറ്റർ നമുക്ക് ഒരു ക്ലാസ്സിലുള്ള അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിന് നമ്മൾ
സെൻഡ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ കണ്ടൻറ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടോ ആ സ്റ്റുഡൻസിൻ്റെ മുഴുവൻ അഡ്രസ്സും നമ്മൾ ഈ ഒരു മെയിലിലോട്ട് നമ്മൾ മെർജ് ചെയ്യും. ഓക്കെ, select a letter from the option given in the select document type box and click on the next starting document located on the lower end of the wizard dialog box to move to the next step. Okay. സെക്കൻഡ് ആണ് സെലക്ട് സ്റ്റാർട്ടിംഗ് ഡോക്യുമെൻറ്റ്. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞു. നമ്മൾ ഡോക്യുമെൻറ്റ് ഏതാണ് ടൈപ്പ് എന്ന് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞു. ലെറ്റർ നമ്മൾ ചൂസ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ആണ് സെലക്ട് സ്റ്റാർട്ടിംഗ് ഡോക്യുമെൻറ്റ്. The second step in the process is to select a starting document under letter option. There are 3 options available. നമ്മൾ ലെറ്റർ ചൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ലെറ്ററിൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്യണം. അപ്പോൾ 3 ടൈപ്സ് ഓഫ് സ്റ്റാർട്ടിംഗ് ഡോക്യുമെൻ്റ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ യൂസ് ദ കറൻറ്റ് ഡോക്യുമെൻറ്റ്. നമ്മുടെ കറൻറ്റ് ഡോക്യുമെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുക. അതായത് ദിസ് ഈസ് സ്യൂട്ടബിൾ വെൻ യു ആർ ഓൾറെഡി ഹാവ് ലെറ്റർ ഡ്രാഫ്റ്റ് ഫോർ ദ പർപ്പസ് ആൻഡ് ജസ്റ്റ് വാണ്ട് ടു ആഡ് അഡ്രസ് ഓഫ് ദ റെസിപ്പിയൻറ്റ് ടു ദ ലെറ്റർ. നമ്മൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ നമ്മൾ കണ്ടൻറ്റ് എഴുതി വെച്ച് കഴിഞ്ഞു. അതിലോട്ട് ഇനി ഒരു അഡ്രസ് പാർട്ട് മാത്രമേ നമ്മൾ ആഡ് ചെയ്യണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചൂസ് ചെയ്യുക? സ്റ്റാർട്ടിംഗ് ഡോക്യുമെൻറ്റ് യൂസ് ദ കറൻറ്റ് ഡോക്യുമെൻ്റാണ് നമ്മൾ സ്റ്റാർട്ടിംഗ് ഡോക്യുമെൻ്റായിട്ട് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ഫ്രം എ ടെംപ്ലേറ്റ്. സിമിലർലി ഇഫ് യു ഡോണ്ട് ഹാവ് ഡ്രാഫ്റ്റഡ് ലെറ്റർ ഫോർ യൂസ്, you can choose for ready-to-use mail merge template already available with Word 2007. These templates can be customized as per your requirement. അപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്ത ലെറ്റർ ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ Word 2007 മെയിൽ മെർജിനായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടെംപ്ലേറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ ഒരു ടെംപ്ലേറ്റ് നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കുകയും ചെയ്യാം. ഓക്കെ, അതാണ് ടെംപ്ലേറ്റ് ആണ് നമ്മൾ സ്റ്റാർട്ടിംഗ് ഡോക്യുമെൻ്റ് ആയിട്ട് ചൂസ് ചെയ്യുന്നത്. തേർഡ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ഫ്രം എക്സിസ്റ്റിംഗ് ഡോക്യുമെൻറ്റ്. ഇഫ് യു ഓൾറെഡി ഹാവ് എ ഡോക്യുമെൻറ്റ് അവൈലബിൾ വിത്ത് യു, യു ക്യാൻ സെലക്ട് ദ എക്സിസ്റ്റിംഗ് മെയിൽ മെർജ് ഡോക്യുമെൻറ്റ് ആൻഡ് മേക്ക് നെസസറി ചേഞ്ചസ് ടു ദ കണ്ടൻറ്റ് ഓഫ് ദ ലെറ്റർ ആൻഡ് ഓർ റെസിപ്പിയൻസ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെസിപ്പിയൻ്റ് അഡ്രസ്സോ അല്ലെങ്കിൽ കണ്ടൻറ്റോ എന്താണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചേഞ്ച് ചെയ്യാം. എങ്ങനെയാണ്? നമുക്ക് എക്സിസ്റ്റിംഗ് ഡോക്യുമെൻറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ഡോക്യുമെൻ്റ് തന്നെ നമ്മുടെ സ്റ്റാർട്ടിംഗ് ഡോക്യുമെൻ്റായിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിലെന്താ നമുക്ക് അതിൽ കണ്ടൻറ്റ് എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ റെസിപ്പിയൻ്റ് അഡ്രസ്സ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഓക്കെ, ഇനി എന്താ നമ്മൾ ചെയ്യുക? നമ്മൾ സ്റ്റാർട്ടിംഗ് ഡോക്യുമെൻറ്റ് ചൂസ് ചെയ്തു. ലെറ്റ് us select സ്റ്റാർട്ട് ഫ്രം എ ടെംപ്ലേറ്റ്. നമ്മളിവിടെ ടെംപ്ലേറ്റ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചോ. ഓക്കെ, നമ്മൾ എന്താ ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ ലെറ്റർ ചൂസ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ മെയിൻ ഡോക്യുമെൻ്റ് എന്താണ്? ലെറ്ററാണ്. അതിൽ നമ്മൾ സ്റ്റാർട്ടിംഗ് ഡോക്യുമെൻ്റ് എന്താണ്? നമ്മൾ Word 2007 ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ടിംഗ് ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ഫസ്റ്റ് ചെയ്യേണ്ടത്? ലെറ്റ് us select സ്റ്റാർട്ട് ഫ്രം എ ടെംപ്ലേറ്റ് ആൻഡ് സെലക്ട് എ ബ്ലാങ്ക് ഡോക്യുമെൻറ്റ്. നമ്മൾ ടെംപ്ലേറ്റിൽ ഒരു ബ്ലാങ്ക് ഡോക്യുമെൻറ്റ് നമ്മൾ സെലക്ട് ചെയ്യുക. വെൻ യു സെലക്ട് ദിസ് ഓപ്ഷൻ, മെയിൽ മെർജ് വിസാർഡ് വിൽ ഡിസ്പ്ലേ ദ ഫോളോയിങ് സബ് മെനു ഓപ്ഷൻസ് ടു സെലക്ട് എ ടെംപ്ലേറ്റ്. Here you can select various templates that suit your requirement, or you can select a blank document to create your own customized letter. നമുക്കൊരു ബ്ലാങ്ക് ഡോക്യുമെൻ്റ് എന്ത് ചെയ്യാം? സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിൽ കസ്റ്റമൈസ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ലെറ്റർ എങ്ങനെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റാർട്ടിംഗ് ഡോക്യുമെൻ്റ് എങ്ങനെയായിരിക്കണമെന്ന് നമുക്ക് എന്ത് ചെയ്യാം? കസ്റ്റമൈസ് ചെയ്യാം. നമുക്കൊരു ബ്ലാങ്ക് ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്യുന്നതിലൂടെ. ദെൻ ഇതൊരു സെക്കൻഡ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ എന്താ നെക്സ്റ്റ് കാര്യങ്ങൾ? നമുക്ക് ലെറ്റർ എഴുതുമ്പോൾ എന്താ? ലീവ് സം സ്പേസ് ടു ഇൻസേർട്ട് അഡ്രസ് ദ മെർജ് ഫീൽഡ് ലേറ്റർ. നമ്മൾ എന്ത് ചെയ്യും? ഈ മെർജ് ഫീൽഡിൽ ഡാറ്റാ സോഴ്സിലുള്ള അഡ്രസ്സാണ്. ഡാറ്റാ സോഴ്സ് എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഡാറ്റാ സോഴ്സിൽ ഉണ്ടാവുക സെറ്റ് ഓഫ് അഡ്രസ്സസ് ആണ്. അതിൽ നിന്ന് ഇതിലോട്ട് അഡ്രസ്സസ് നമുക്ക് ആഡ് ചെയ്യണം. ഓക്കെ, ആർക്കൊക്കെയാണ് ഇത് കൊടുക്കേണ്ടത് എന്നുള്ള ഒരു അഡ്രസ്സ് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒരു 6 to 7 ലൈൻസ് നമ്മൾ ലീവ് ചെയ്യും. ഓക്കെ, സം സ്പേസ് ഫസ്റ്റ് നമ്മൾ ലീവ് ചെയ്തിടും. Then do not type anything in the space. We will learn how to insert address from data source through data field later in this unit. Okay, ആ ഒരു ലീവ് ചെയ്ത സ്ഥലത്ത് നമ്മളൊന്നും കണ്ടൻറ്റ് ഒന്നും എഴുതാൻ പാടില്ല. അവിടെ നമ്മൾ എങ്ങനെയാണ് മെയിൽ മെർജിൽ ആ ഒരു ഡോക്യുമെൻറ്റ് ഡാറ്റാ സോഴ്സിൽ നിന്ന് അഡ്രസ്സ് ഇതിലോട്ട് മെർജ് ചെയ്യുന്നത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ആ ഒരു സ്പേസ് 6 to 7 ലൈൻസ് വരെ നമ്മൾ ലീവ് ചെയ്യും ഫസ്റ്റ്. Then you can also insert a field anywhere in the body of the letter. Okay. The following figure shows an example of form letter created to send the letters to all the students admitted for DIT program offered by National Institute of Open School. ഞാൻ ആ ഒരു എക്സാമ്പിൾ ഫിഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. We have left some space below the date to insert name address field of students.
The enrollment number field also can be inserted at your enrollment number is later when data source is ready. Type the body of the letter, save your document. അപ്പോൾ ഇപ്പോൾ നമ്മൾ അഡ്രസ് പാർട്ട്, അങ്ങനെ ഒരു അഡ്രസ് പാർട്ട് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ കുറച്ച് സ്ഥലം ലീവ് ചെയ്തു. ഓക്കെ, 2 കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു സ്പേസ് ലീവ് ചെയ്തില്ലേ. ഓക്കെ, അഡ്രസ് പാർട്ടിൻ്റെ ആ ഒരു സ്ഥലം നമ്മൾ ലീവ് ചെയ്തു. നമ്മൾ ഡേറ്റ് എഴുതി, അതിനിടയിലാണ് നമ്മൾ അഡ്രസ് പാർട്ടിന് കുറച്ച് സ്ഥലം ലീവ് ചെയ്തത്. then എന്ത് ചെയ്യും, നമ്മൾ കണ്ടൻറ്റ് എഴുതും. ഓക്കെ, കണ്ടൻറ്റ് എഴുതിയതിന് ശേഷം എന്താണ്, നമ്മുടെ വിത്ത് ബെസ്റ്റ് വിഷസ് ആരാണോ സെൻഡ് ചെയ്യുന്നത് അയാളുടെ അഡ്രസ്സ് നമ്മൾ എഴുതുന്നു. ഓക്കെ, നെക്സ്റ്റ് ആണ് ക്രിയേറ്റിംഗ് എ ഡാറ്റ സോഴ്സ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ആ ഒരു ഡാറ്റ സോഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സമയമായി. ഓക്കെ, നമ്മൾ ഈ അഡ്രസ്സസ് ഇതിലോട്ട് ഫെച്ച് ചെയ്യണം, നമ്മുടെ ലെറ്ററിലോട്ട് അഡ്രസ്സ് ഫെച്ച് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ഡാറ്റ സോഴ്സ് വേണം. ആ ഡാറ്റ സോഴ്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മളിനി നോക്കുന്നത്. The third step in mail merge wizard is to select a list of recipient or address to whom the drafted letter will be addressed and dispatched. ആർക്കാണോ നമ്മൾ ലെറ്റർ അയക്കുന്നത് അവരുടെ അഡ്രസ്സാണ് നമുക്കിതിൽ വേണ്ടത്. If you do not have existing database information, you must create your own data source of the field of information that will be inserted into the letter or any other main document. നമുക്ക് ഒരു ഡാറ്റ സോഴ്സ് ഇല്ല എങ്കിൽ എന്ത് ചെയ്യണം, നമുക്കത് ക്രിയേറ്റ് ചെയ്യണം. അതിലോട്ട് വാല്യൂസ് നമ്മൾ ഇൻസേർട്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, എ മെയിൽ മെർജ് ലെറ്റർ യു ഹാവ് ക്രിയേറ്റഡ് ഏർലിയർ മൈറ്റ് റിക്വയർ ദാറ്റ് യു ഹാവ് ദ ഫോളോയിങ് ഫീൽഡ് ഇൻ ദ അഡ്രസ് ലിസ്റ്റ് ഓഫ് സ്റ്റുഡൻറ്റ് ആസ് ഡാറ്റ സോഴ്സ്. എന്താണ് ഈ അഡ്രസ് ലിസ്റ്റിൽ നമുക്ക് ആവശ്യമുള്ളത്? നെയിം, അഡ്രസ് 1, അഡ്രസ് 2, സിറ്റി, സ്റ്റേറ്റ് ആൻഡ് പിൻകോഡ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അഡ്രസ്സിൽ നമ്മൾ കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങളുള്ള ഡാറ്റ സോഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റെപ്സാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമ്മൾ മെയിൽ മെർജിൻ്റെ സ്റ്റെപ്സാണ് നോക്കി വരുന്നത്. ഓക്കെ, അതിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു? നമ്മൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ ഏതാണ് ലെറ്റർ എന്ന് പറയുന്ന ആ ഒരു മെയിൻ ഡോക്യുമെൻറ്റ് നമ്മൾ സെലക്ട് ചെയ്തു. ഞാൻ എന്താണ് സ്റ്റാർട്ടിംഗ് ഡോക്യുമെൻറ്റ് നമ്മൾ ചൂസ് ചെയ്തു. ഓക്കെ, സ്റ്റാർട്ടിംഗ് ഡോക്യുമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ആ ഒരു ഫ്രണ്ട് പേജ്, വിസിബിളായിട്ട് വരുന്ന ഫ്രണ്ട് പേജ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ടെംപ്ലേറ്റ് വേർഡ് 2007 തന്നെ ഒരു ബ്ലാങ്ക് ടെംപ്ലേറ്റ് നമുക്ക് ചൂസ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ലെറ്റർ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് തേർഡ് സ്റ്റെപ്പാണ് നമ്മുടെ ഡാറ്റ സോഴ്സ് ക്രിയേഷൻ എന്ന് പറയുന്ന തേർഡ് സ്റ്റെപ്പാണ്. അതിൽ നമുക്ക് ആവശ്യമായ അഡ്രസ്സ് ഈ ലെറ്ററിലോട്ട് മെർജ് ചെയ്യാൻ വേണ്ടി, ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡാറ്റ സോഴ്സ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഡാറ്റ സോഴ്സിലുള്ള കണ്ടൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അഡ്രസ്സസ് ആണ്. അതിൽ വരാൻ പറ്റുന്ന അഡ്രസ്സസ് എന്തൊക്കെയായിരിക്കും? നെയിം ഉണ്ടാവും, അഡ്രസ് 1 ഉണ്ടാവും, അഡ്രസ് 2 ഉണ്ടാവും, സിറ്റി, സ്റ്റേറ്റ്, പിൻകോഡ്. ഇതുപോലെ നമുക്ക് അഡ്രസ്സിലോട്ട് ആവശ്യമായിട്ടുള്ള, നമ്മൾ ലെറ്റർ സെൻഡ് ചെയ്യുമ്പോൾ ആ ഒരു റെസിപ്പിയൻ്റ് അഡ്രസ്സിലോട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഈ ഡാറ്റ സോഴ്സിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഡാറ്റ സോഴ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. ഫസ്റ്റ്, ക്രിയേറ്റ് എ ഡാറ്റ സോഴ്സ് യൂസിങ് മെയിൽ മെർജ് ഹെൽപ്പർ. മെയിൽ മെർജ് ഹെൽപ്പർ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ ഡാറ്റ സോഴ്സ് ക്രിയേറ്റ് ചെയ്യുക? Follow the steps to create a data source using mail merge wizard. Open a new blank document if you have not yet created the main document, or open your existing main document. നമ്മുടെ കയ്യിലൊരു മെയിൻ ഡോക്യുമെൻ്റ് ഇല്ല, നമ്മൾ മെയിൻ ഡോക്യുമെൻ്റ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ എന്താ ചെയ്യുക, ഒരു ബ്ലാങ്ക് ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ മെയിൻ ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ ആ ഒരു മെയിൻ ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യുക. ദെൻ സെലക്ട് ടൈപ്പ് എ ന്യൂ ലിസ്റ്റ് from the select recipient dialog box in step 3 of the mail merge wizard and then select create option. ഓക്കെ, അതിലെന്താ ടൈപ്പ് ന്യൂ ലിസ്റ്റ്. ടൈപ്പ് ന്യൂ ലിസ്റ്റിൽ എവിടെ നിന്നാണ് ടൈപ്പ് ന്യൂ ലിസ്റ്റ് സെലക്ട് ചെയ്യേണ്ടത്? സെലക്ട് റെസിപ്പിയൻ്റ് എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ് ബോക്സിൽ നിന്ന് ടൈപ്പ് ന്യൂ ലിസ്റ്റ് ചൂസ് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യുക. ദെൻ a dialog box appears to create a list with a new set of data such as title, first name, last name, company name and address line 1 and so on. ഓക്കെ, അപ്പോൾ എന്താണ്, ഒരു ഡയലോഗ് ബോക്സ് അപ്പിയർ ആയിട്ട് നമുക്ക് വരും. അതിൽ എന്തൊക്കെ കണ്ടന്റ് ഉണ്ടാവുക? ടൈറ്റിൽ ഉണ്ടാവും, ഫസ്റ്റ് നെയിം ഉണ്ടാവും, ലാസ്റ്റ് നെയിം ഉണ്ടാവും, കമ്പനി നെയിം ഉണ്ടാവും, അഡ്രസ് ലൈൻ, അങ്ങനെ സെറ്റ് ഓഫ് എന്താണ് ഡാറ്റ ഫീൽഡ് നമുക്ക് വിസിബിളായിട്ട് വരും. നമ്മൾ എന്ത് ചെയ്യുമ്പോൾ സെലക്ട് റെസിപ്പിയൻറ്റിൽ ടൈപ്പ് എ ന്യൂ ലിസ്റ്റിൽ ക്രിയേറ്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്കൊരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. അതിലുള്ള കണ്ടൻസാണിത്. ടൈറ്റിൽ, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, കമ്പനി നെയിം ആൻഡ് അഡ്രസ് ലൈൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഫീൽഡുകൾ നമുക്ക് വിസിബിളായിട്ട് വരും. യു ക്യാൻ സ്റ്റാർട്ട് എൻറ്ററിങ് ഡാറ്റ ടു ദ റെസ്പെക്റ്റീവ് ഫീൽഡ് ആസ് പെർ യുവർ റിക്വയർമെൻറ്റ് ഡയറക്ട്ലി ഇൻ ടു ദ ഡിസ്പ്ലേഡ് ന്യൂ അഡ്രസ് ലിസ്റ്റ് ഡയലോഗ് ബോക്സ്. അപ്പോൾ ഇതിലെന്ത് ചെയ്യും, നമ്മൾ ടൈറ്റിൽ എന്താണോ നമ്മുടെ ടൈറ്റിൽ അത് നമ്മൾ കൊടുക്കും. ഫസ്റ്റ് നെയിം
ഇയാളുടെ ഫസ്റ്റ് നെയിം നമ്മൾ കൊടുക്കും, നമ്മുടെ സെൻഡിങ് റെസിപ്പിയൻ്റ് അഡ്രസ്സിലുള്ള ആളുടെ ഫസ്റ്റ് നെയിം കൊടുക്കും, നമ്മൾ ലാസ്റ്റ് നെയിം കൊടുക്കും, കമ്പനി നെയിം കൊടുക്കും, അഡ്രസ് ലൈൻ കൊടുക്കും. അങ്ങനെ നമ്മൾ ആ ഒരു ഫീൽഡ് നമ്മൾ അല്ലെങ്കിൽ ആ ഒരു ടേബിളിലെ ആ ഒരു ഡയലോഗ് ബോക്സിലുള്ള ആ ഒരു ഫീൽഡുകൾ നമ്മൾ ഫില്ല് ചെയ്യും. ഓക്കെ. Should you want to customize columns, the field in the new address list to remove or add any other field as new your requirement, click on the customized button located on the lower right side of the new address list dialog box. അപ്പോൾ ഇതിലൊരു കസ്റ്റമൈസ്ഡ് ബട്ടൺ ഉണ്ടാവും, ലോവർ റൈറ്റ് കോർണറിൽ ഒരു കസ്റ്റമൈസ്ഡ് ബട്ടൺ ഉണ്ടാവും. ആ കസ്റ്റമൈസ്ഡ് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിതിലോട്ട് ഫീൽഡുകൾ അല്ലെങ്കിൽ ലിസ്റ്റുകൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ. This will display a list of available data fields to which you can add a customized data field, delete or rename an existing data field in the list. Once done, click on the OK button. ഓക്കെ, നമുക്ക് ഇതിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും റീറൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ആവശ്യമില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യണം. ഓക്കെ, അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് OK ബട്ടൺ ക്ലിക്ക് ചെയ്യാം. When you finish specifying the required data field to the new address list, click OK. The Save As dialog box appears. അപ്പോൾ ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ആസ് ഡയലോഗ് ബോക്സ് വരും. അതിൽ ലൊക്കേറ്റ് ദ ഫോൾഡർ ദാറ്റ് യു വാണ്ട് ടു സേവ് ദ ഡാറ്റ സോഴ്സ് ഇൻ, ടൈപ്പ് എ ഫയൽ നെയിം ആൻഡ് ദെൻ ക്ലിക്ക് സേവ് ആസ് ഇൻ ദ സേവ് ഡയലോഗ് ബോക്സ്. ദ ഫയൽ വിൽ ബി സേവ്ഡ് വിത്ത് ആൻ എക്സ്റ്റൻഷൻ നെയിം .mdb. MDB മീൻസ് മൈക്രോസോഫ്റ്റ് ഡാറ്റാബേസ്. അപ്പോൾ എന്താ ചെയ്യുക, നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ഇതിലുള്ള ഡാറ്റ ഫീൽഡിലുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഓക്കെ ക്ലിക്ക് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സേവ് ആസ് എന്ന് പറയുന്ന ഡയലോഗ് ബോക്സ് വരും. അപ്പോൾ സേവ് ആസിൽ നമുക്ക് എവിടെയാണോ ഈ ഒരു ഡാറ്റ സോഴ്സ് സേവ് ആവേണ്ടത് ആ ഒരു അഡ്രസ് ലൊക്കേഷൻ നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ദെൻ .mdb വെച്ച് അത് സേവ് ചെയ്യുക. ഓക്കെ, MDB എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, മൈക്രോസോഫ്റ്റ് ഡാറ്റാബേസ് എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താവും, ഒരു ഡാറ്റ സോഴ്സ് ക്രിയേറ്റ് ആയിട്ട് വരും. അല്ലെങ്കിൽ ദെൻ എന്താണ്, എഡിറ്റിംഗ് എക്സിസ്റ്റിംഗ് ഡാറ്റ റെക്കോർഡ്സ്. നമ്മൾ ഫസ്റ്റ് നോക്കിയത് എന്താണ്, ഒരു ഡാറ്റ സോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം. ഓക്കെ, ഒരു ഡാറ്റ സോഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യമാണ് നോക്കിയത്. ഇനി നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡാറ്റ സോഴ്സ് അല്ലെങ്കിൽ ഡാറ്റ റെക്കോർഡ്സിനെ എങ്ങനെ എഡിറ്റ് ചെയ്യും. ഓക്കെ, അതാണ് നമ്മൾ നോക്കുന്നത്. First, open the data source file and then use an existing list option from the select recipient dialog box displayed in step 3 of the mail merge wizard. The toolbar will appear on the screen. നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു എക്സിസ്റ്റിംഗ് ഡോക്യുമെൻറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യണം ഫസ്റ്റ് ഓഫ് ഓൾ അല്ലേ. അതിന് നമ്മൾ എന്താ ചെയ്യുക, ഓപ്പൺ ദ ഡാറ്റ സോഴ്സ് ഫയൽ ആൻഡ് ദെൻ സെലക്ട് യൂസ് ആൻ എക്സിസ്റ്റിംഗ് ലിസ്റ്റ് ഓപ്ഷൻ ഫ്രം ദ സെലക്ട് റെസിപ്പിയൻ്റ് ഡയലോഗ് ബോക്സ് ഡിസ്പ്ലേഡ് ഇൻ സ്റ്റെപ്പ് 3 ഓഫ് ദ മെയിൽ മെർജ് വിസാർഡ്. നമ്മുടെ മെയിൽ മെർജ് വിസാർഡിൽ നമുക്ക് ഒരു സെലക്ട് സോഴ്സ് ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. നൗ ക്ലിക്ക് ഓൺ ദ ബ്രൗസ് ഓപ്ഷൻ ടു ഡിസ്പ്ലേ ദ സെലക്ട് ഡാറ്റ സോഴ്സ് ഡയലോഗ് ബോക്സ്. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് സെലക്ട് ഡാറ്റ ബോക്സ് എന്ന് പറയുന്ന ഒരു സെർച്ച് ഓപ്ഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, ബ്രൗസ് ചെയ്യുക. നമ്മുടെ ഫയൽ നമുക്ക് ബ്രൗസ് ചെയ്യാൻ പറ്റും. നൗ സെർച്ച് ദ ഫോൾഡർ വെർ യു ഹാവ് സ്റ്റോർഡ് ദ ഡാറ്റ ഫയൽ വിച്ച് യു വാണ്ട് ടു യൂസ് ആൻഡ് ക്ലിക്ക് ഓൺ ദ ഓപ്പൺ ബട്ടൺ ടു ആക്സസ് ദ ഡാറ്റ ഫയൽ. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ആ ഒരു ഓപ്പൺ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ഡാറ്റ ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്യാം. നമ്മൾ ആ ഒരു നമ്മുടെ മെയിൽ മെർജ് വിസാർഡിൽ നിന്ന് നമ്മൾ ആ ഒരു സോഴ്സ് ഫയൽ ചൂസ് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക, അത് ബ്രൗസ് ചെയ്ത് ഫൈൻഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളത് ഓപ്പൺ ചെയ്തിട്ട് ഓപ്പൺ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്യുക. യു ക്യാൻ ഓപ്പൺ വേരിയസ് ഡാറ്റ ഫയൽ ഫോർമാറ്റ് സച്ച് എസ് ആക്സസ് ഡാറ്റാബേസ്, എക്സൽ ഫയൽസ്, വേർഡ് ഫയൽ, റിച്ച് ടെക്സ്റ്റ് ഫോർമാറ്റ് എക്സെട്ര. നമുക്ക് എങ്ങനെയൊക്കെ ഏതൊക്കെ ഫോർമാറ്റിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും നമ്മുടെ എക്സിസ്റ്റിംഗ് റെക്കോർഡ്സ്. ആക്സസ് ഡാറ്റാബേസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എക്സൽ ഫയലായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ വേർഡ് ഫയലായിട്ട് ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ എന്താ റിച്ച് ടെക്സ്റ്റ് ഫോർമാറ്റ്. ഓക്കെ, ഏത് ഫോർമാറ്റിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു എക്സിസ്റ്റിംഗ് ഡാറ്റ റെക്കോർഡ്സ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. Then, once the data file is selected, based off the type of data file is selected, Mail Merge will ask you to define how to distinguish between data field and data record. ഡാറ്റ ഫീൽഡിലുള്ളത് എന്തൊക്കെയായിരിക്കും, ഒരു പേഴ്സണിൻ്റെ നെയിം അല്ലെങ്കിൽ ഫസ്റ്റ് നെയിം അല്ലെങ്കിൽ എന്താണ് അയാളുടെ മെയിൽ ID ഒക്കെ ആയിരിക്കും ഡാറ്റ ഫീൽഡിൽ ഉണ്ടാവുക. ദെൻ ഡാറ്റ റെക്കോർഡ് എന്താണ്, ഡാറ്റ റെക്കോർഡ് എന്ന് പറയുമ്പോൾ ആ ഒരു പേഴ്സൺസിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു എംപ്ലോയിയുടെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ പേഴ്സണിൻ്റെ ഇൻഫർമേഷൻ, ഈ കാര്യങ്ങളാണ് റെക്കോർഡിൽ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ഡാറ്റ ഫയൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഇതിൻ്റെ ടൈപ്പിനനുസരിച്ച് ഡാറ്റ ഫീൽഡിനെയും ഡാറ്റ റെക്കോർഡിനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ മെയിൽ മെർജ് നമ്മളോട് പറയും. ഓക്കെ, once it is done, the data file will be loaded into the mail merge and you can now click on edit recipient list button to be able to edit the
ലിസ്റ്റ് ആസ് പെർ യുവർ റിക്വയർമെൻറ്റ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, അതിന് ശേഷം നമുക്ക് എഡിറ്റ് റെസിപ്പിയൻ ലിസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് അത് എഡിറ്റ് ചെയ്യാൻ പറ്റും. ടു ലൊക്കേറ്റ് എ ഡാറ്റ റെക്കോർഡ് ദാറ്റ് യു വാണ്ട് ടു ചേഞ്ച്, മൂവ് ടു ദ റെക്കോർഡ് നമ്പർ യു വാണ്ട് ടു ചേഞ്ച് ഇറ്റ്സ് കോൺസ്റ്റൻറ്റ് ബൈ ക്ലിക്കിംഗ് ദ ആരോ കീ or typing the record number, or click find and then search for information that you know the record contains. നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ആ ഒരു റെക്കോർഡ്, നമുക്ക് എഡിറ്റ് ചെയ്യുന്ന റെക്കോർഡ് നമ്മൾ സെലക്ട് ചെയ്തു. അതിനുശേഷം എന്താ ചെയ്യുക, മൂവ് ടു ദ റെക്കോർഡ് നമ്പർ യു വാണ്ട് ചേഞ്ച് ഇറ്റ്സ് കണ്ടൻറ്റ് ബൈ ക്ലിക്കിംഗ് ദ ആരോ കീ ഓർ ടൈപ്പിംഗ് ദ റെക്കോർഡ് നമ്പർ. നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു റെക്കോർഡ് നമ്പർ, ഓക്കെ, അതിന് നമ്മൾ ആ ഒരു സൈഡിലൊരു ആരോ ഉണ്ടാവും, അല്ലെങ്കിൽ ആരോ കീയിൽ നമ്മൾ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു റെക്കോർഡ് നമ്പർ നമ്മൾ പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ക്ലിക്ക് ഫൈൻഡ് ആൻഡ് ദെൻ സെർച്ച് ഫോർ ഇൻഫോർമേഷൻ ദാറ്റ് യു നോ ദ റെക്കോർഡ് കണ്ടെയ്ൻസ്. അല്ലെങ്കിൽ നമുക്ക് ആ റെക്കോർഡിൽ നമുക്കറിയാവുന്ന കുറച്ച് ഇൻഫോർമേഷൻ ഉണ്ടാവും, അത് നമുക്ക് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണോ എഡിറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ എനിക്കൊരു 10 എന്ന് പറയുന്ന റെക്കോർഡ് നമ്പറുള്ള ആളുടെ ഡീറ്റെയിൽസാണ് എനിക്ക് എഡിറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, ആ ഒരു ആരോ കീയിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ 10 എവിടെയാണോ 10 ഉള്ളത് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആ ഒരു 10 എന്ന് പറയുന്ന റെക്കോർഡ് നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതും അല്ലെങ്കിൽ എനിക്ക് ആ ആളുടെ നെയിം എനിക്കറിയാം, ഓക്കെ, അല്ല ആ ഒരു നെയിം ഫീൽഡ് വെച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് ഡിസ്പ്ലേ ആയിട്ട് വരും. ദെൻ എഡിറ്റ് ദ റെക്കോർഡ്സ് ദാറ്റ് യു വാണ്ട് ടു ചേഞ്ച് ആൻഡ് സേവ് ദ ചേഞ്ചസ്. ഓക്കെ, ആ ഒരു റെക്കോർഡിൽ നമുക്ക് എന്താണോ ചേഞ്ച് ചെയ്യേണ്ടത് ആ ചേഞ്ച് ചെയ്യേണ്ട കാര്യം നമുക്ക് ചേഞ്ച് ചെയ്യാം. ദെൻ എന്ത് ചെയ്യുക, സേവ് ചേഞ്ചസ്, ആ ചേഞ്ചസ് നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താ നമ്മൾ ചെയ്തത്, നമ്മുടെ ഈ ഒരു ഡയലോഗ് ബോക്സിൽ നമുക്ക് നമ്മുടെ ഈ മെയിൽ മെർജ് വിസാർഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് സെലക്ട് ചെയ്യേണ്ട ആ ഒരു ഡോക്യുമെൻറ്റ്, നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ആ ഒരു ഡോക്യുമെൻറ്റ് നമ്മൾ ചൂസ് ചെയ്തതിന് ശേഷം എന്താ ചെയ്യുക, അതിൻ്റെ റെക്കോർഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ പെർട്ടിക്കുലർ ഇൻഫോർമേഷൻ വെച്ചിട്ടോ നമ്മൾ ആ ഒരു റെക്കോർഡിനെ ഫൈൻഡ് ചെയ്യുക, റെക്കോർഡ് നമ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ വെച്ചിട്ടോ റെക്കോർഡിനെ നമ്മൾ ഫൈൻഡ് ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് എന്താണോ എഡിറ്റ് ചെയ്യേണ്ടത് അത് എഡിറ്റ് ചെയ്തതിന് ശേഷം സേവ് ചെയ്യാം. ഓക്കെ, ദെൻ തേർഡ് എന്താണ്, ക്രിയേറ്റിംഗ് എ ഡാറ്റ സോഴ്സ് യൂസിങ് വേർഡ് ടേബിൾ. നമുക്ക് വേർഡ് ടേബിൾ യൂസ് ചെയ്തിട്ട് ഡാറ്റ സോഴ്സ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ബ്ലാങ്ക് ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് ഡാറ്റ സോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് പഠിച്ചു. ദെൻ എക്സിസ്റ്റിംഗ് ഡാറ്റ സോഴ്സിനെ എങ്ങനെ എഡിറ്റ് ചെയ്യുന്നത് പഠിച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, വേർഡ് ടാബിൾ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താ ഡാറ്റ സോഴ്സ് ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, വേർഡ് ടാബിൾ യൂസ് ചെയ്തിട്ട് ഡാറ്റ സോഴ്സ് ക്രിയേറ്റ് ചെയ്യാണ്. ഇൻഫാക്ട് the mail merge wizard guides you step by step through setting up a word table that contains your names, address and other data. Okay, instead of taking advantages of mail merge wizard, you can also create a data source by entering field name and data direct in any word table. നമുക്ക് വേർഡിൻ്റെ വേർഡ് ടേബിൾ യൂസ് ചെയ്തിട്ട് ഡാറ്റ സോഴ്സ് ക്രിയേറ്റ് ചെയ്യാം. എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഇൻസെർട്ട് a table by selecting tab, insert table command on the main tab bar and create a table as given below. നമ്മുടെ ഈ വേർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ടേബിൾസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ എന്താ ചെയ്യുക, വേർഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇൻസേർട്ട് എന്ന് പറയുന്ന ടാസ്കിൽ ടേബിൾ എന്ന് പറയുന്ന സബ് ടാസ്ക് ഉണ്ട്, അത് നമ്മൾ ചൂസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മളൊരു നമ്മൾ ടേബിൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യാം. ദെൻ ടൈപ്പ് ദ ഡാറ്റ ഫീൽഡ് നെയിം ഓൺ ദ ടോപ്പ് റോ ഓഫ് ദ ടേബിൾ, സ്റ്റാർട്ട് ടൈപ്പിംഗ് ദ ഡാറ്റ റെക്കോർഡ്സ് ഫ്രം ദ സെക്കൻഡ് റോ. നമ്മൾ എന്ത് ചെയ്യും, ഈ ടോപ്പിൽ നമ്മൾ എന്ത് ചെയ്യും, ടോപ്പിലെ ഡാറ്റ ഫീൽഡ് നമ്മൾ നെയിം ഈ ഡാറ്റ ഫീൽഡിൻ്റെ നെയിം നമ്മൾ ടോപ്പിൽ കൊടുക്കും. ഓക്കെ, അതിനുശേഷം ഓരോ ഫീൽഡിലും നമ്മളെ കണ്ടൻറ്റ് എന്തൊക്കെയാണ് നമുക്ക് ആ ഒരു ഡാറ്റ സോഴ്സിൽ ആവശ്യമായിട്ടുള്ളത് അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. ഓരോ റോ ആയിട്ട് നമ്മൾ ആഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത് ഒരു വേർഡ് ടേബിൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡാറ്റ സോഴ്സാണ്. ഇവിടെ എൻറോൾ നമ്പറാണ് ഫസ്റ്റ്, എൻറോൾ നമ്പർ, ദെൻ നെയിം, അത് കഴിഞ്ഞിട്ട് ആഡ് 1 മീൻസ് അഡ്രസ് 1, അഡ്രസ് 2, ദെൻ സിറ്റി, സ്റ്റേറ്റ്, പിന്നെ ഓക്കെ ഓരോ റോയിലും നമ്മൾ ഹെഡിങ് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ഡാറ്റ ഫീൽഡിലുള്ള ഫീൽഡ് നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കും. ഓക്കെ, വെൻ യു ഫിനിഷ് എൻറ്ററിങ് ഓൾ ദ ഡാറ്റ റെക്കോർഡ് സേവ് ദ ടേബിൾ ആസ് വേർഡ് ഡോക്യുമെൻറ്റ്, യുവർ ഡാറ്റ സോഴ്സ് ഡോക്യുമെൻറ്റ് ഈസ് റെഡി. എന്ത് ചെയ്യുക, നമ്മളിതിലോട്ട് വാല്യൂസ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നമ്മൾ സേവ് ചെയ്യുക. എവിടെയാണ് നമുക്ക് ലൊക്കേറ്റ് ചെയ്ത് സേവ് ചെയ്യേണ്ടത് അത് ലൊക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡാറ്റ സോഴ്സ് റെഡി. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, ഇൻസേർട്ടിൽ ഓക്കെ നമ്മുടെ വേർഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ ഇൻസേർട്ട് എന്ന് പറയുന്ന ടാസ്കിൽ ടേബിൾ എന്ന് പറയുന്ന സബ് ടാസ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ടേബിൾ ക്രിയേറ്റ് ചെയ്യും. നമുക്ക് ആവശ്യമായിട്ടുള്ള ടേബിൾ ക്രിയേറ്റ് ചെയ്യും. അതിൽ നമ്മൾ ഫീൽഡ് നെയിം
ഓക്കെ, എൻറോൾ നമ്പർ, നെയിം, ആഡ് 1 ആഡ് 2 എന്ന് പറയുന്നതാണ് നമ്മുടെ ഫീൽഡ് നെയിം. അത് നമ്മുടെ ടോപ്പിൽ ഓരോ ഫീൽഡ് നെയിം നമ്മൾ കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, അതിലുള്ള ഓരോ ഡാറ്റാസും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. ദെൻ എന്താണ്, നമ്മൾ സേവ് ചെയ്യേണ്ട ലൊക്കേഷൻ ചൂസ് ചെയ്തതിന് ശേഷം അത് സേവ് ചെയ്യും. ഇങ്ങനെ നമുക്ക് ഡാറ്റാ സോഴ്സ് ക്രിയേറ്റ് ചെയ്യാം. നെക്സ്റ്റ്, യൂസിങ് എക്സൽ വർക്ക് ഷീറ്റ് ടു ക്രിയേറ്റ് എ ഡാറ്റാ സോഴ്സ്. എന്താണ്, എക്സൽ വർക്ക് ഷീറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡാറ്റാ സോഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനെന്താ ചെയ്യുക, സ്റ്റാർട്ട് എക്സൽ പ്രോഗ്രാം, ഓപ്പൺ വർക്ക് ഷീറ്റ്. എക്സൽ പ്രോഗ്രാമിലെ ഓപ്പൺ വർക്ക് ഷീറ്റ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, എക്സൽ അറിയില്ലേ, എക്സൽ. ഓക്കെ, അതിൽ നമ്മൾ വർക്ക് ഷീറ്റ് ഓപ്പൺ ചെയ്യുക. ടൈപ്പ് ദ ഡാറ്റ ഫീൽഡ് നെയിം ഓൺ ദ ടോപ്പ് റോ ഓഫ് ദ വർക്ക് ഷീറ്റ്. വർക്ക് ഷീറ്റിൻ്റെ ടോപ്പിൽ നമ്മൾ എന്ത് ചെയ്യും, നേരത്തെ ചെയ്ത പോലെ തന്നെ ഡാറ്റ ഫീൽഡിൻ്റെ നെയിം എഴുതും. ദെൻ സ്റ്റാർട്ട് ടൈപ്പിംഗ് ദ ഡാറ്റ റെക്കോർഡ് ഫ്രം ദ സെക്കൻഡ് റോ മുതൽ നമ്മൾ അതിലുള്ള ഫീൽഡുകൾ ഫിൽ ചെയ്ത് വരും. ഓക്കെ, വെൻ യു ഫിനിഷ് എൻ്ററിങ് ഓൾ ദ ഡാറ്റ റെക്കോർഡ്, സേവ് ദ വർക്ക് ഷീറ്റ്. എന്ത് ചെയ്യും, നമ്മൾ എല്ലാ റെക്കോർഡ്സും ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് സേവ് ചെയ്യും. സെലക്ട് ദ ഡാറ്റ ഫീൽഡ് നെയിം ആൻഡ് ഡാറ്റ റെക്കോർഡ് യു ടൈപ്പ് ഇൻ ദ വർക്ക് ഷീറ്റ് ആൻഡ് ദെൻ ക്ലിക്ക് ഓൺ കോപ്പി ബട്ടൺ ഇൻ ദ സ്റ്റാൻഡേർഡ് ടൂൾ ബാർ. ക്ലോസ് ദ ഫയൽ ആൻഡ് ദെൻ എക്സിറ്റ് എക്സൽ പ്രോഗ്രാം. എന്നിട്ട് എന്താ നമ്മൾ ചെയ്യുക, നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഷീറ്റിലുള്ള ഡാറ്റാസ് ഇല്ലേ, ആ ഒരു ഡാറ്റേൻ്റെ ആ ഒരു ഫീൽഡ് മുതൽ നമ്മുടെ കണ്ടൻറ്റ് ഫുള്ള് നമ്മൾ എന്ത് ചെയ്യും, കോപ്പി ചെയ്തെടുക്കും. ഓക്കെ, നമ്മൾ കോപ്പി ചെയ്തെടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, എക്സൽ പ്രോഗ്രാം നമ്മൾ ക്ലോസ് ചെയ്യും. അതിനുശേഷം നമ്മൾ വേർഡ് പ്രോഗ്രാം ഓപ്പൺ ചെയ്യുക. വേർഡിൽ നമ്മൾ ഒരു ന്യൂ ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ആ ഒരു ഡോക്യുമെൻറ്റിൽ ഈ കോപ്പി ചെയ്ത സാധനം കൊണ്ട് പേസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു ടാബിൾ ഫോർമാറ്റിൽ, ഷീറ്റിൽ കാണിച്ചിരിക്കുന്ന ടാബിൾ ഫോർമാറ്റിൽ അത് അവിടെ കൊണ്ട് പേസ്റ്റ് ആവും. ദെൻ എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സേവ് ചെയ്യും, ഡോക്യുമെൻറ്റ് സേവ് ചെയ്യും. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ എക്സലിൽ വർക്ക് ചെയ്യുന്നത്, എക്സൽ നമ്മൾ ഓപ്പൺ ചെയ്യും. ഓക്കെ, എക്സൽ പ്രോഗ്രാമിൽ വർക്ക് ഷീറ്റ് ഓപ്പൺ ചെയ്യും. വർക്ക് ഷീറ്റിൽ നമ്മൾ ഡാറ്റ ഫീൽഡ് നെയിം എന്ന് പറയുന്നത് എന്താണ്, എൻറോൾ നമ്പർ, നെയിം, അഡ്രസ് 1 അഡ്രസ് 2 എന്ന ഡാറ്റ ഫീൽഡ് നെയിമാണ്. അത് നമ്മൾ റൈറ്റ് ചെയ്യും. ദെൻ എന്താണ്, ഡാറ്റ റെക്കോർഡ് നമ്മൾ ടൈപ്പ് ചെയ്യും. റെക്കോർഡ് എന്ന് പറയുന്നത് എന്താണ്, അടിയിലുള്ള ഈ ഡീറ്റെയിൽസ്, രാം, ലക്ഷ്മി അതുപോലുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്താ ചെയ്യുക, നമ്മൾ ഈ റൈറ്റ് ചെയ്തിരിക്കുന്ന കണ്ടൻറ്റ് മുഴുവൻ നമ്മൾ എന്ത് ചെയ്യും, കോപ്പി ചെയ്യും. അത് കഴിഞ്ഞ് വർക്ക് ഷീറ്റ് നമ്മൾ ക്ലോസ് ചെയ്യും. ദെൻ വേർഡ് പ്രോഗ്രാമിൽ നമ്മളൊരു ന്യൂ ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ കോപ്പി ചെയ്ത ഈ ഒരു ഫീൽഡ് അല്ലെങ്കിൽ ഈ ഒരു വർക്ക് ഷീറ്റ് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ന്യൂ ഡോക്യുമെൻറ്റിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യും. ദെൻ നമ്മൾ ന്യൂ ഡോക്യുമെൻറ്റ് നമ്മൾ സേവ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ എക്സൽ വർക്ക് ഷീറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഡാറ്റാ സോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ മെത്തേഡാണുള്ളത്, ക്രിയേറ്റ് ഡാറ്റാ സോഴ്സ് യൂസിങ് മെയിൽ മെർജ് ഹെൽപ്പർ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, ഒരു മെയിൽ മെർജ് ഹെൽപ്പർ യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഡയലോഗ് ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ ഫീൽഡ് നമുക്ക് ഓപ്പൺ ആയി വരും. അതിൽ നമ്മൾ വാല്യൂസ് ആഡ് ചെയ്യും. ദെൻ അത് സേവ് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, എക്സിസ്റ്റിംഗ് ഡാറ്റ റെക്കോർഡ് ഉണ്ടെങ്കിൽ അത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ഡാറ്റ ഫീൽഡ് ഫൈൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു റെക്കോർഡ് നമ്പർ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു നെയിമോ എന്താ നമുക്കറിയാമെന്ന് വെച്ചാൽ അത് വെച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ റെക്കോർഡ് നമുക്ക് വിസിബിളായി വരും. അതിൽ നമ്മൾ എഡിറ്റ് ചെയ്യുക, ദെൻ സേവ് ചെയ്യുക. ക്രിയേറ്റ് എ ഡാറ്റ സോഴ്സ് യൂസിങ് വേർഡ് ടാബിൾ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, വേർഡിൽ നമ്മൾ ഇൻസേർട്ട് ടാബിൾ, അപ്പോൾ ടാബിൾ ഓപ്പൺ ചെയ്യും, ഒരു ടേബിൾ നമുക്ക് ക്രിയേറ്റ് ആയിട്ട് വരും. ആ ഒരു ടാബിളിൽ നമ്മൾ ഡാറ്റ ഫീൽഡും അതുപോലെ തന്നെ റെക്കോർഡും ആഡ് ചെയ്യും, സേവ് ചെയ്യാം. നെക്സ്റ്റ്, യൂസിങ് എക്സൽ വർക്ക് ഷീറ്റ് ക്രിയേറ്റ് എ ഡാറ്റ സോഴ്സ്. എക്സൽ വർക്ക് ഷീറ്റ് യൂസ് ചെയ്തിട്ട് എന്താണ്, എക്സലിൽ വർക്ക് ഷീറ്റ് ഓപ്പൺ ചെയ്യുന്നു. അത് നമ്മൾ ഡാറ്റ ഫീൽഡും അതുപോലെ തന്നെ റെക്കോർഡ്സ് ഫീൽഡും നമ്മൾ ആഡ് ചെയ്യുന്നു. ദെൻ എന്താണ്, അത് നമ്മുടെ വേർഡ് ഡോക്യുമെൻറ്റിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുന്നു, ദെൻ സേവ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഡാറ്റ സോഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ തേർഡ് സ്റ്റെപ്പായിരുന്നു ഡാറ്റ സോഴ്സ് ക്രിയേഷൻ, അത് നമ്മൾ പഠിച്ചു. ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്, മെർജിങ് ഡോക്യുമെൻറ്റ്സ്. Once if you have created your main document and data source document, the next two steps in mail merge are to insert merge fields in the main document and then merge data into the main document. ഓക്കെ, നമ്മൾ മെയിൻ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് സ്പേസ് ലീവ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, അഡ്രസ്സ് ആഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഡാറ്റ സോഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ ഡാറ്റ സോഴ്സും ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഈ രണ്ട് കാര്യങ്ങളും മെർജ് ചെയ്യാം. അതാണ് നമ്മുടെ ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത്.
To merge the field in the main document, you may have to do some editing in the main document. അത് നമുക്ക് മെയിൻ ഡോക്യുമെൻറ്റിൽ കുറച്ച് എഡിറ്റിംഗ് ചെയ്യണം. ഓക്കെ, അതെന്താ? ഫോളോ ദ സ്റ്റെപ്സ് ആസ് ഡിഫൈൻ ഇൻ ദ സ്റ്റെപ്പ് 4 ഓഫ് മെയിൽ മെർജ് വിസാർഡ് ടു ഡു ദിസ്. എന്താ ചെയ്യുക? അതിനെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ എന്താ ചെയ്യാം? മെയിൻ ഡോക്യുമെൻറ്റ് നമുക്ക് എഡിറ്റ് ചെയ്യാം. അതിന് ക്ലിക്ക് ഓൺ ദ ലൊക്കേഷൻ ഓഫ് യുവർ ലെറ്റർ വെർ യു വാണ്ട് ദ അഡ്രസ് ടു ബി ഡിസ്പ്ലേഡ് ആൻഡ് ദെൻ എന്നിട്ട് എന്താ ചെയ്യുക? സെലക്ട് അഡ്രസ് ബുക്ക് ഓപ്ഷൻസ് ഓൺ ദ ഡയലോഗ് ബോക്സ് ഡിസ്പ്ലേഡ് ഇൻ സ്റ്റെപ്പ് 4 ഓഫ് ദ മെയിൽ മെർജ് വിസാർഡ്. ദ മെയിൽ മെർജ് വിസാർഡ് ഡിസ്പ്ലേസ് ദ ഇൻസേർട്ട് അഡ്രസ് ബ്ലോക്ക് ഡയലോഗ് ബോക്സ്. അപ്പോൾ എന്താ ചെയ്യുക? നമ്മുടെ ലെറ്ററിൻ്റെ ലൊക്കേഷൻ നമ്മൾ ചൂസ് ചെയ്യുക. ഓക്കെ, ഏത് ലെറ്ററിലാണോ നമുക്ക് അഡ്രസ്സ് ആഡ് ചെയ്യേണ്ടത് ആ ഒരു ലെറ്റർ ലൊക്കേഷൻ വെച്ച് നമ്മൾ ചൂസ് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ദെൻ എന്താ ചെയ്യുക? സെലക്ട് അഡ്രസ് ബുക്ക് ഓപ്ഷൻ. അഡ്രസ് ബുക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഒരു ഡയലോഗ് ബോക്സ് അല്ലെങ്കിൽ മെയിൽ മെർജ് വിസാർഡിൽ അഡ്രസ് ബുക്ക് ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്യും. യൂസിങ് ഇൻസേർട്ട് അഡ്രസ് ബ്ലോക്ക് യു ക്യാൻ സെലക്ട് ദ ഇൻഡിവിജ്വൽ അഡ്രസ് ഫീൽഡ് ടു ബി ഇൻസേർട്ടഡ് ഇൻ ടു ദ മെയിൽ ലെറ്റർ. അപ്പോൾ ഈ ഒരു അഡ്രസ് ബ്ലോക്ക് നമ്മൾ അഡ്രസ് ബുക്ക് ഓപ്ഷൻ ഇല്ലേ, അതിൽ അഡ്രസ് ബ്ലോക്ക് ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യുക. ആ ഒരു അഡ്രസ് ബ്ലോക്ക് ഡയലോഗ് ബോക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഡിവിജ്വൽ അഡ്രസ്സ് നമുക്ക് ആർക്കൊക്കെയാണോ മെയിൽ സെൻഡ് ചെയ്യേണ്ടത് ആ ഇൻഡിവിജ്വൽ അഡ്രസ്സസ് നമുക്ക് ഈ അഡ്രസ് ബ്ലോക്ക് വഴി നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ആഫ്റ്റർ യു കംപ്ലീറ്റ് ദ മെയിൻ ഡോക്യുമെൻറ്റ് ആൻഡ് ഇൻസേർട്ട് ഓൾ ഓഫ് ദ മെർജ് ഫീൽഡ്, ക്ലിക്ക് ഓൺ ദ ഓഫീസ് ബട്ടൺ ടു സേവ് എസ് ഓപ്ഷൻ. നമ്മൾ എന്ത് ചെയ്തു? ഇപ്പോൾ ഈ ഒരു അഡ്രസ് ബ്ലോക്ക് ഓപ്ഷൻ വെച്ചിട്ട് നമ്മൾ ഇൻഡിവിജ്വൽ അഡ്രസ്സസ് ഓരോന്നും നമ്മൾ ആഡ് ചെയ്തു, അതായത് മെർജ് ചെയ്തു. ഓക്കെ, നമ്മുടെ മെയിൻ ഡോക്യുമെൻറ്റിലോട്ട് മെർജ് ചെയ്തു. എല്ലാ അഡ്രസ്സസും മെർജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഓഫീസ് ബട്ടണിൽ സേവ് എസ് ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഓക്കെ, ഓഫീസ് ബട്ടണിൽ സേവ് എസ് ഓപ്ഷൻ. നൗ സെലക്ട് വേർഡ് ഡോക്യുമെൻറ്റ് ടു സേവ് ഫയൽ വേർഡ് 2007 ഡോക്യുമെൻറ്റ്. വേർഡ് 2007 ഡോക്യുമെൻറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ഫയൽ, നമ്മുടെ ഈ ഒരു ലെറ്റർ നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വേർഡ് ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്യും, അല്ലെങ്കിൽ വേർഡ് 97 2003 ഡോക്യുമെൻറ്റ് ചൂസ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? വേർഡ് 97 2000 കോമ്പറ്റബിൾ ഡോക്യുമെൻ്റ് ആയിട്ടാണ് ഇത് സേവ് ചെയ്യേണ്ടതെങ്കിൽ 97 2003 ഡോക്യുമെൻറ്റ് ചൂസ് ചെയ്യുക. ജസ്റ്റ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് സെലക്ട് ചെയ്യുന്നത്. ദെൻ നെയിം ദ ഡോക്യുമെൻറ്റ് ആൻഡ് ദെൻ ക്ലിക്ക് സേവ്. ഈ ഒരു ഡോക്യുമെൻറ്റിന് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു മെർജ് ചെയ്ത ആ ഒരു ഡോക്യുമെൻറ്റിന് നമ്മളൊരു നെയിം കൊടുക്കുക, സേവ് ക്ലിക്ക് ചെയ്യുക. നൗ യുവർ മെയിൻ കണ്ടൻറ്റ് വിൽ വർക്ക്സ് ആസ് മെർജ് ഡോക്യുമെൻറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ്? നമ്മുടെ മെയിൻ കണ്ടൻറ്റ് എന്തായി? മെർജ് ഡോക്യുമെൻ്റ് ആയി. നമ്മുടെ 5th സ്റ്റെപ്പ്, മെർജിങ് ദ ഡാറ്റ ഇൻ ടു ദ മെയിൻ ഡോക്യുമെൻറ്റ്. Merging the data into the main document is the last step of the mail merge wizard. Click on the OR button to display the preview of the main letter with address data before you close the merge document and take the printout of the letter. Once finished, click on the next to complete the merge options on the dialog box to complete the merging process. നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ആ ഒരു മെയിൻ ലെറ്ററിൻ്റെ ആ ഒരു ലൊക്കേഷൻ നമ്മൾ ചൂസ് ചെയ്തു. അതിനുശേഷം നമ്മൾ അഡ്രസ് ലൈൻസ്, ഏതൊക്കെ അഡ്രസ്സ് ഉണ്ട് എന്നുള്ളത് അഡ്രസ് ബ്ലോക്കിൽ നമ്മൾ ഒക്കെ സെലക്ട് ചെയ്ത് വെച്ചു അല്ലേ? എത്ര അഡ്രസ്സസ് ഉണ്ട് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചു. ദെൻ അത് നമ്മൾ ഒരു നെയിം കൊടുത്തിട്ട് വേർഡ് ഡോക്യുമെൻ്റ് ആയിട്ട് നമ്മൾ സേവ് ചെയ്ത് വെച്ചു. അതിനുശേഷം എന്താണ്? ഈ ഒരു മെയിൻ ഡോക്യുമെൻറ്റും ഈ ഒരു ഡോക്യുമെൻറ്റും കൂടെ നമുക്ക് മെർജ് ചെയ്യണം. മെർജിങ് ദ ഡാറ്റ ഇൻ ടു ദ മെയിൻ ഡോക്യുമെൻറ്റ് ഇറ്റ്സ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ദ മെയിൽ മെർജ് വിസാർഡ്. ഓക്കെ, അത് നമ്മൾ എന്താ ചെയ്യുക? ക്ലിക്ക് ഓൺ ദ ഓർ ബട്ടൺ ടു ഡിസ്പ്ലേ ദ പ്രിവ്യൂ ഓഫ് ദ മെയിൽ ലെറ്റർ വിത്ത് address data before you close the merge document and take the printout of the letter. Once finished, click on the next. Complete the merge options on the dialog box to complete the merging process. രണ്ട് പോർഷൻസ് കൂടെ ഈ മൊഡ്യൂളിൽ നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ അതുകൂടെ നോക്കുമ്പോൾ വീഡിയോ കുറച്ചുകൂടെ ലെങ്തി ആയി പോകും. അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. ബാക്കി പോർഷൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.